അമേരിക്കക്കാരിയായ ഒരു സിംഗർ ഉണ്ട്, ജെന്നിഫർ ഗ്രൗട്ട് എന്ന അവരുടെ പേര്. ഇപ്പൊ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചു. ജെന്നിഫർ ഗ്രൗട്ട് ഖുർആൻ മനപ്പാടാക്കിക്കൊണ്ടിരിക്കുക. മനോഹരമായ ഖുർആൻ ഓതും. എന്ത് രസമുള്ള ഖുർആൻ. ആ പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഐ ബിക്കേം എ മുസ്ലിം. ഉമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഉമ്മക്കത് ഇഷ്ടമായിരുന്നില്ല. ഉമ്മ പറഞ്ഞു, മോളെ നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറി എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഇത്ര വേദന, എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവുമായിരുന്നില്ല. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ വേശ്യ. നീ ഒരു വേശ്യാവൃത്തി വ്യഭിചരിച്ച് നടക്കുന്ന പെണ്ണായി മാറി എന്ന് കേട്ടാൽ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവുമായിരുന്നില്ല. എനിക്കതിലേറെ ടെൻഷനാണ് നീ മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോ. പക്ഷെ ജെന്നിഫർ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർ ഇസ്ലാം പഠിച്ചു, ഖുർആൻ പഠിച്ചു. ഇന്നിതാ മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നു. പാട്ടൊക്കെ നിർത്തി സിനിമാ ഫീൽഡിൽ നിന്ന് പോന്നു. 20 വർഷമായി മ്യൂസിക് പഠിച്ചു വന്ന പെണ്ണ ജെന്നിഫർ ഗ്രൗട്ട്. ചെറുപ്പക്കാര്, ഒരു 30-35 വയസ്സിൽ താഴെ പ്രായം ഉണ്ടാവുള്ളൂ. ആ സഹോദരി ഇപ്പൊ അടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞു, അവർ അമേരിക്കയിലെ ഒരു റേഡിയോ, ഇസ്ലാമിക് റേഡിയോക്ക് ചില ഇന്റർവ്യൂ കൊടുത്തപ്പോ വിശുദ്ധ ഖുർആന്റെ പാരായണം ഉമ്മ കേട്ടു. അങ്ങനെ ഉമ്മ മോളെ വിളിച്ചു, മോളെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാടില്ല 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് നീ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പ്രതികരിച്ചിരുന്നൊരു പ്രതികരണം, നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ I see a good person in you. You became a better person after your conversion. നീ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മോളെ നീ ഒരു നല്ല പെണ്ണായി മാറിയിട്ടുണ്ട് എന്ന് ഉമ്മക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നിന്നെ കാണുമ്പോ നിന്റെ സംസാരത്തിൽ നീ നല്ലവളായി മാറിയിട്ടുണ്ട് മോളെ എന്ന് ഉമ്മ വർഷങ്ങൾക്ക് ശേഷം പിന്നെ പ്രതികരിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ പെൺകുട്ടി ഇപ്പൊ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിലെ അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദ് റഹിമഹുല്ലയുടെ ആ ശൈലിയിൽ ഖുർആൻ ഓതും. നല്ല നീണ്ട ശ്വാസം പിടിച്ചിട്ട് മനോഹരമായ ഖുർആൻ പാരായണം. യാ അല്ലാഹ്, ഇത്രത്തോളം മധുരമുള്ളത് എന്താ ഈ ലോകത്തുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാൻ പറയാം, കുട്ടികളെ ഹെഡ്ഫോണും വെച്ചിട്ട് വെസ്റ്റേൺ മ്യൂസിക്കും റോക്ക് മ്യൂസിക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ സമയം കളയുന്നതിന് പകരം വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒന്ന് കേട്ടുനോക്കൂ. അതിന്റെ മധുരം ഒന്നറിയും. അതറിയുമ്പോൾ നിങ്ങൾക്കറിയും ഇതിന്റെ വ്യത്യാസം എത്രയാണെന്ന്.